PM ശ്രീ പദ്ധതി ആരും മറന്നിട്ടില്ല. PM ശ്രീ പദ്ധതിയുമായിട്ട് വന്ന വിവാദങ്ങളും ആരും മറന്നില്ല. ആ വിവാദത്തിൽ CPI എടുത്ത നിലപാടും ഇന്നും ആരും മറന്നിട്ടില്ല. പക്ഷേ PM ശ്രീ വിവാദം എവിടെ എത്തി, എന്ത് ചെയ്തു, എങ്ങനെയാണ് ആ വിവാദത്തിലേക്ക് എത്തിയത് എന്നൊക്കെ പൊതുസമൂഹത്തിന് ധാരണയുള്ളതുമാണ്. അത് ഞാനിനി പുതുതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഈ PM ശ്രീ വിവാദത്തിൽ എങ്ങനെയാണോ മന്ത്രിസഭയെയും മന്ത്രിമാരെയും പൊതുജനത്തെയും പൊതുസമൂഹത്തെയും പിണറായി വിജയൻ പറ്റിച്ചത് എന്നുള്ളത് ഇവിടുത്തെ ജനം ഇന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ വിഷയമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം തൊഴിൽ നയമാണ്. ഒരു പുതിയ തൊഴിൽ നയം വരുമ്പോൾ ആ തൊഴിൽ നയം എന്തൊക്കെയാണ് തൊഴിലാളികൾക്ക് നൽകാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആ തൊഴിൽ നയവും തൊഴിലാളികളെ പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ പറ്റിപ്പിന് കൂട്ടുനിൽക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു തൊഴിൽ നയം ഉണ്ടാക്കുമ്പോൾ തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു തൊഴിലാളി പാർട്ടിക്ക് ചേർന്നതാണ്. തൊഴിലാളി എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പണ്ട് കാലങ്ങളിൽ മുതലാളിമാരാൽ പറ്റിക്കപ്പെട്ട ഒരു വിഭാഗം എന്നുള്ളതാണ് നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി 4 കോഡുകൾ, തൊഴിൽ കോഡുകൾ ഭേദഗതി വരുത്താൻ അവർ തീരുമാനിച്ചു. അത് സംസ്ഥാനങ്ങളെ അറിയിച്ചു. എന്നിട്ട് ഈ കോഡുകളിൽ ഓരോ സംസ്ഥാനത്തിനും അവരവരുടേതായ നിലയിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാനായി അറിയിച്ചു. അത് കേരളത്തിലും ചെയ്തു. പക്ഷേ കേരളത്തിൽ ചെയ്തത് വളരെ പരമരഹസ്യമാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടി തന്നെ അത് മറച്ചു വെച്ചിട്ട് തൊഴിൽ മേഖലയിലെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തി. ആ ചർച്ച നടത്തുമ്പോൾ പോലും അവരോട് പറയുന്നത് കേന്ദ്രം ഇങ്ങനെ ചില ഭേദഗതികൾക്കൊക്കെ നിർബന്ധിക്കുകയും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു കരട് കേരള സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ട്രേഡ് യൂണിയൻകാർ എന്ത് കരുതി? അതിനായി കരടിലെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്നുണ്ടോ, അതോ ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അത് അവര് കോഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പൊതുവെ ഒരു കരട് അവരിങ്ങോട്ട് കൊടുക്കും. അത് കൊടുത്തിട്ട് അതിൽ ഇവിടെ എടുക്കേണ്ട നിലപാട് ഇപ്പൊ ചില രീതിയിലൊക്കെ ചില ചെറിയ ചെറിയ ഭേദഗതികൾ ഓരോ സംസ്ഥാനങ്ങളുടേതായിട്ട് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് സംസ്ഥാനത്തിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്രം ഒരു ഉത്തരവിറക്കിയിട്ട് അതിന്റെ ഒരു കോപ്പി ഇങ്ങ് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെതായ സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതിനനുസരിച്ച് ട്രേഡ് യൂണിയനുമായി ചർച്ച ചെയ്ത് ഇവിടുത്തെ അഭിപ്രായം അങ്ങോട്ട് അറിയിക്കാനാണ് പറയുന്നത്. അറിയിച്ചാൽ അതൊക്കെ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ മന്ത്രി അതിനു വേണ്ടി ചർച്ച വിളിച്ചു കൂട്ടുമ്പോൾ, ചർച്ച നടത്തുമ്പോൾ 4 വർഷം മുമ്പേ 2021 കേരളം ഈ കരട് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞു. അവരെ ഏറ്റവും വലുതായി ബാധിക്കുന്ന ഒരു വിഷയം, ഈ ട്രേഡ് യൂണിയനുകളിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഇപ്പോൾ 1000 രൂപ മതി ഫീസ്. പുതുക്കിയ ഫീസ് 10,000 രൂപയാണ്. പക്ഷെ കേന്ദ്രം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫീസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു വകുപ്പ് അവര് നിശ്ചയിച്ചിട്ടില്ല. അത് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് തന്നെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ട് കുറ്റവും വെക്കാം, ഇവിടെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്നുള്ളതാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ തൊഴിലാളികളെ മാക്സിമം പിഴിയുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ സർക്കാരിനുണ്ട്, അതവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കൊണ്ട് ഈ താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഈ തൊഴിൽ നയം കൊണ്ട് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതില് കേന്ദ്രം പറയുന്നതനുസരിച്ച്, അതിനിപ്പം പൂർണ്ണമായി അതിൻ്റെ എല്ലാം നമ്മൾക്ക് പഠിച്ച് മനസ്സിലാക്കിയേ പറയാൻ പറ്റൂ. പക്ഷെ കേന്ദ്രം പറയുന്ന അനുസരിച്ചാണെങ്കിൽ തൊഴിൽ സുരക്ഷ, അതേപോലെ സ്ത്രീകൾക്ക് ഈ രാത്രി സമയത്തുമൊക്കെ ഇപ്പം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ, അതിനവര് താമസ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരിക, തിരികെ കൊണ്ട് അതിന് എത്തിക്കുക, അതേപോലെ അവർക്ക് ഈ എന്താ പറയുക ശുചിത്വം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് ഉറപ്പുവരുത്തുന്നുണ്ടെന്നാണ്. പക്ഷേ അതേസമയം വേറെ ചില ദോഷകരമായി ബാധിക്കുന്നതുമുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമ്മൾ ഈ 10 ലക്ഷം രൂപ വരെ വരുന്ന കെട്ടിടങ്ങൾക്ക് സെസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനി പുതുക്കുമ്പോൾ 50 ലക്ഷം വരെ മാറിക്കിട്ടിയ. പക്ഷെ അത് വരുമ്പോൾ എന്ത് സംഭവിക്കും? കെട്ടിടം പണിയുന്നവർക്ക് സന്തോഷമാണ്. പക്ഷേ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലെയുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധികൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം കുത്തനെ കുറയും. അപ്പോൾ
രണ്ടുമുണ്ട്. തൊഴിലാളികൾക്ക് ഒരേ സമയം ചില മേഖലകളിൽ നേട്ടവും ഉണ്ടാകും, മറ്റു ചില മേഖലകളിൽ സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാകും. പക്ഷെ വിഷയം നേരത്തെ ശ്രീ ഗോപകുമാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി കേരളം കബളിപ്പിക്കപ്പെട്ടു. PM ശ്രീയിൽ പെട്ടതുപോലെ. PM ശ്രീയിൽ മന്ത്രി പറഞ്ഞ എന്താ? മന്ത്രി ഒപ്പിടില്ല, നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒപ്പിട്ട് കഴിയും. അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിന് ഉപമകളൊക്കെ ഉണ്ട്. മന്ത്രി പറഞ്ഞത്, ശ്രീ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത്, എപ്പോൾ ഒപ്പിട്ട മഷിയുടെ നിറം ഏത് കടലാസിലാ ഒപ്പിട്ട അതൊന്നും വിഷയമല്ല, കേരളം ഇത് നടപ്പിലാക്കുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾ നടപ്പിലാക്കില്ല. കേന്ദ്രം തയ്യാറാക്കുന്ന കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമാണ് തൊഴിൽ. അതിൽ കേന്ദ്ര നിയമമേ നിലനിൽക്കും. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരേ വിഷയത്തിൽ, കൺകറന്റ് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ വന്നാൽ കേന്ദ്രത്തിന്റെ നിലപാടേ നിലനിൽക്കൂ എന്ന് സുപ്രീം കോടതി വിധി ഉള്ളപ്പോൾ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? നടപ്പിലാക്കില്ല എന്നാണയിട്ട PM ശ്രീയിൽ വരെ ഒപ്പിട്ടു. അപ്പൊ അതിൽ നിന്ന് പിന്നെ പിന്മാറേണ്ടി വന്ന ഒരവസ്ഥ വന്നപ്പോൾ പറഞ്ഞ എന്താ? അത് ഒരു തന്ത്രമായിരുന്നു, പണം കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രം. അങ്ങനെയാണല്ലോ. അല്ല, അവിടെ ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം എന്ന് പറയപ്പെടുമ്പോൾ ഈ തൊഴിലാളികളിൽ നിന്ന് പണം സ്വീകരിക്കുക, മാക്സിമം പണം സമാഹരിക്കുക, അതുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ. തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞു വരികയും തൊഴിലാളികൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറയുമ്പോഴും സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തൊഴിൽ നയമൊക്കെ 2021 തന്നെ പ്രാവർത്തികമാക്കേണ്ട സംവിധാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ 2025 കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര തൊഴിൽ നയം പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുവാൻ എങ്ങനെ കഴിയുന്നു ഈ തൊഴിലാളി പാർട്ടിക്ക്, CPM-ന്, പിണറായി വിജയൻ എന്നുള്ളത് വലിയ ചോദ്യമല്ലേ? ആണ്. ഇവിടെ നമ്മൾ തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിലാളി പാർട്ടി എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണല്ലോ, CPM-ഉം CPI-യും ഒക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ ഉണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കാണുന്നത് അവിടെ INTUC എന്നോ CIT എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ ഉണ്ട്. അവരെല്ലാം കൂടെ ഒന്നിച്ചാണ് ഈ ചർച്ചയിൽ പോയത്. ഈ ചർച്ചയിൽ പോകുമ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനകളെയും ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ മന്ത്രിക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ PM ശ്രീയിൽ ഒരു തന്ത്രം എടുത്തതുപോലെ ഇത് മിണ്ടാതിരുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വെച്ച് അടിച്ചു മാറ്റാൻ വേണ്ടി വേറൊരു തന്ത്രമായിരുന്നു. എല്ലാം തന്ത്രമാണ്. അത് കേന്ദ്രത്തിനെതിരെ മാത്രമല്ല, ഈ തന്ത്രം ഉപയോഗിക്കുന്ന ആൾ ആർക്കെതിരെയും തന്ത്രം ഉപയോഗിക്കുന്നത്. അത് അങ്ങനെയാണ്. ഈ സ്വഭാവം എന്ന് പറയുന്ന ആർക്കെങ്കിലും എതിരെ ഒരാളിന് മാത്രം എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. ആ സ്വഭാവമുള്ള ആൾ എല്ലാവരുടെയും അത് കാണിക്കും. വിശ്വസ്തരാണെങ്കിൽ എല്ലാവരോടും വിശ്വസ്തനായിരിക്കും. കള്ളത്തരം കാണിക്കുമെങ്കിൽ എല്ലാത്തവരോടും കള്ളത്തരം കാണിക്കും. അതുപോലെ തന്ത്രമാണ് ഇദ്ദേഹത്തിന്റെ ജോലിയെങ്കിൽ അത് സ്വന്തം പാർട്ടിയോടും കേന്ദ്രത്തിനോടും എല്ലാം കാണിക്കുന്നു. ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഒറ്റയടിക്ക് വഞ്ചിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന്, ഈ സമ്മേളനത്തിൽ പോലും 4 വർഷം, മറ്റേ PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് ഒരാഴ്ചയായുള്ളത്, ഇത് 4 വർഷം മുമ്പേ കരട് തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്തു. എന്നിട്ട് ഈ ചർച്ചയിലും അല്ലാതെ മന്ത്രി പറയുക, കേരളം അങ്ങനെ ഒരു സംഭവം അംഗീകരിച്ചിട്ടുമില്ല, കേന്ദ്രത്തിന് കൊടുത്തിട്ടുമില്ല. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഈ കരട് പോയതിൽ ഒരു സംസ്ഥാനം മാത്രമേ തിരിച്ചു തരാതുള്ളൂ, അത് മമതാ ബാനർജിയുടെ ബംഗാളാണ്. പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. കേരളം അവിടെങ്ങും വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കള്ളം പറയുന്ന ഒരു മന്ത്രി. അപ്പൊ അതായത് ആദ്യം തന്നെ ഈ BJP സർക്കാർ മുന്നോട്ട് വെക്കുന്ന കേന്ദ്ര നയത്തിനെ വളരെ കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ കരട് നയം, അല്ലെങ്കിൽ അവർ പറയുന്ന കരട് നയത്തിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങോട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലെറ്റർ അയക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് ഇവിടെ കേരളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ തൊഴിൽ മന്ത്രി അറിയുന്നില്ല, തൊഴിലാളികൾ അറിയുന്നില്ല. അറിഞ്ഞതിന് ശേഷം എന്നാൽ എന്തെങ്കിലും നയം സ്വീകരിക്കുവാനോ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുവാനോ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ BJP മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നടപടികളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന സമീപനമാണ് പിണറായി വിജയന്റെ CPM സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. എനിക്ക് അവിടെ മറ്റൊരു കാര്യം കൂടിയാണ് രസകരമായി വരുന്നത്. നമ്മളെങ്ങാനും നമ്മുടെ നാട്ടിലെ പ്രാദേശിക ട്രേഡ് യൂണിയൻകാരെ വെട്ടിച്ച് 10 ചാക്ക് സിമെന്റ് എവിടെയെങ്കിലും രാത്രി കൊണ്ടുവന്ന് ഇറക്കിയാലും GPS വെച്ച് കണ്ടുപിടിക്കുന്ന പോലെ ഓടി വരും, എല്ലാ നിറത്തിലുള്ളവരും. അങ്ങനെ പോലും കണ്ടുപിടിക്കുന്ന തൊഴിലാളികളുടെ എല്ലാ സംഘടനയുടെയും നേതാക്കന്മാർക്ക് ഈ 4 കൊല്ലം മുമ്പേ ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം അപ്രൂവ് ചെയ്ത് പോയിട്ട് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ
ഈ നേതാക്കന്മാർ ഈ സംഘടനയൊക്കെ പിരിച്ചുവിടുന്നതല്ലേ. സത്യത്തിൽ ഇവർ അറിയാത്തതല്ല, അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടികളാണ്. അതെ, അതായത് മന്ത്രി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ കബളിപ്പിച്ചു, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ സ്വന്തം അണികളെ കബളിപ്പിച്ചു, ഇവരെല്ലാവരും കൂടി കേരളത്തെ കബളിപ്പിച്ചു. അങ്ങനെ BJPയും CPMും കൂടെ ചേർന്ന് സംയുക്തമായി CJPയിലൂടെ ഇത് പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങളെ, ഇനിയിപ്പോൾ കേന്ദ്രവും കേരളവും രണ്ട് ഭരണം വേണ്ട, ഒന്നുകിൽ കേന്ദ്ര ഭരണവും കൂടി കേരളത്തെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണവും കൂടെ ശ്രീ മോഡിയെ ഏൽപ്പിച്ചാൽ ഈ വലിയ ഒരു ചെലവ് കുറഞ്ഞു കിട്ടും. ജനങ്ങൾക്ക് രണ്ടും ബെനിഫിറ്റ് ഒന്നാണ്. അത് മോദി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും പോകുന്ന ഒരേ വഴിയിലാണ്. ഈ പറയുന്ന പ്രതിപക്ഷം കോൺഗ്രസ് പറയുന്ന പോലെ CJP എന്ന് പറയപ്പെടുന്ന ഒരു ലൈൻ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എത്രയോ തൊഴിലാളികളെ പറ്റിക്കുന്നു, മന്ത്രിമാരെ പറ്റിക്കുന്നു, മന്ത്രിസഭയെ പറ്റിക്കുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു. ഇങ്ങനെ എത്ര നാൾ ഈ പിണറായി വിജയന് ഇനി പോകാൻ കഴിയും? ഇത് കൂടുതൽ നാൾ പോകാൻ കഴിയില്ല. ഇപ്പം ജനങ്ങള് ഇപ്പം നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പോൾ ഇപ്പൊ ആ ചർച്ചകൾ വലുതായി വരുന്നില്ല. പെട്രോൾ, ഡീസൽ, പാചകവാതകത്തിന്റെ ഒക്കെ വില വർധന വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ? കേന്ദ്രത്തിന്റെ ടാക്സ് കൂടുതലായതുകൊണ്ടാണ് വില കൂടുന്നത്. അപ്പം കേന്ദ്രത്തിന്റെ BJPക്കാരെന്ത് പറയും? കേരളത്തിന്റെ ടാക്സ് കൂടുതലായതുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം കേന്ദ്രവും കേരളവും കൂടെ ഒരു പാർട്ടി ഭരിച്ചാലല്ലേ ഈ പരസ്പര കുറ്റപ്പെടുത്തൽ ഇല്ലാതാകാൻ പറ്റും. അത് ഭാഗ്യവശാൽ കേന്ദ്രവും കേരളവും കൂടെ ഒരുപോലെ ഭരിക്കണമെങ്കിൽ കോൺഗ്രസ് വിചാരിച്ചാലേ പറ്റൂ. അത് ഭരിക്കണമെങ്കിൽ ജനം വിചാരിച്ചാലേ പറ്റൂ. അപ്പം ജനങ്ങൾക്ക് രക്ഷ വരണമെന്നുണ്ടെങ്കിൽ ഈ പരസ്പരം കുറ്റപ്പെടുത്തി ജനങ്ങളെ പിഴിയുന്ന പണിയിൽ നിന്നും സത്യസന്ധവും ആത്മാർത്ഥവുമായി ജനങ്ങൾക്ക് രക്ഷ വരണമെന്നുണ്ടെങ്കിൽ അവർ ഈ കേന്ദ്രവും കേരളവും കോൺഗ്രസിന്റെ കയ്യിൽ കൊടുത്താൽ മിനിമം ഈ പരസ്പരം കുറ്റപ്പെടുത്തലുകളിൽ നിന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ചരിത്രവും ഇപ്പോഴത്തെ ആനുകാലിക വിഷയങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും.